കേരള സ്റ്റേറ്റ് എക്സ് സർവീസസ് ലീഗ് നെന്മാറ ബ്ലോക്ക് കമ്മിറ്റിയുടെ അർദ്ധവാർഷിക ജനറൽ ബോഡി യോഗം നെന്മാറ ആർജിഎം ഹാളിൽ ചേർന്നു. സംഘടനയുടെ പ്രവർത്തനങ്ങൾ വിലയിരുത്തുന്നതിനും ഭാവി പ്രവർത്തനങ്ങൾ ആസൂത്രണം ചെയ്യുന്നതിനുമായി നടന്ന യോഗത്തിൽ മുൻ സൈനികരും വനിതാ വിംഗ് ഭാരവാഹികളും പങ്കെടുത്തു. പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് സി സുനിൽ യോഗം ഉദ്ഘാടനം ചെയ്തു. സമൂഹത്തിനും രാജ്യത്തിനും മുൻ സൈനികർ നൽകിയ സേവനങ്ങൾ വിലമതിക്കപ്പെടേണ്ടതാണെന്നും അവരുടെ ക്ഷേമത്തിനും അവകാശ സംരക്ഷണത്തിനുമായി സംഘടന നടത്തുന്ന പ്രവർത്തനങ്ങൾ മാതൃകാപരമാണെന്നും അദ്ദേഹം പറഞ്ഞു. പോലീസ് സേനയിൽ ഏറ്റവും കൂടുതൽ പ്രവർത്തിക്കുന്ന എക്സ് സർവീസ്മെന്മാരാണ്. ഇപ്പോൾ ഹോംഗാർഡുകളെ ആയിരിക്കാം ഏറ്റവും കൂടുതൽ നമ്മൾ ശ്രദ്ധിക്കുക. പക്ഷെ അതിന് മുകളിൽ ആർമിയിലെ സേവനം കഴിഞ്ഞ് പോലീസ് സേവനത്തിലേക്കും എയർഫോഴ്സിന്റെ സേവനത്തിലേക്കും വരുന്ന ഒരുപാട് ആളുകൾ എന്നും ജീവിതത്തിൽ തികഞ്ഞ അച്ചടക്ക ബോധവും ജീവിതത്തിൽ തികഞ്ഞ രാഷ്ട്രബോധവും ദേശീയ ബോധവും പുലർത്തുന്നവരാണ് എന്നും എക്സ് സർവീസ്മെന്മാർ. അവര് മാത്രമല്ല, അവരുടെ ചുറ്റുപാടുള്ളവരും ആ അച്ചടക്ക ബോധം പുലർത്തണമെന്ന് ആഗ്രഹിക്കുന്നവർ കൂടിയാണ് എന്ന് നമ്മുടെ മുമ്പിൽ ഇരിക്കുന്നവരും നമ്മുടെ ചുറ്റുമിരിക്കുന്ന ഈ ഫാമിലിയിൽപ്പെട്ട ആളുകൾ. അപ്പൊ എന്നും രാജ്യത്തിന് വേണ്ടി ഏറ്റവും കൂടുതൽ തങ്ങളുടെ ജീവിതത്തിന്റെ നല്ല സമയങ്ങൾ വിനിയോഗിച്ച ആളുകളാണ് എൻ്റെ മുമ്പിലിരിക്കുന്ന ആളുകളൊക്കെ. അപ്പൊ അതുകൊണ്ട് എപ്പോഴും ഏത് വേദിയിലും ഏത് സദസ്സിലും പോയാലും ഒരു എക്സ് സർവീസ്മാൻ എന്ന് പറയുമ്പോൾ അവർക്ക് കിട്ടുന്നൊരു ബഹുമാനം മറ്റൊരാൾക്കും കിട്ടാറില്ല. കാരണം അത്രയേറെ നമ്മുടെ സമൂഹവും നമ്മുടെ രാജ്യവും അവരെ ആദരിക്കുന്നു എന്നുള്ളതിന്റെ തെളിവാണ്. സംഘടനയുടെ നെന്മാറ ബ്ലോക്ക് കമ്മിറ്റി പ്രസിഡന്റും ജില്ലാ ജോയിന്റ് സെക്രട്ടറിയുമായ എം ചന്ദ്രൻ അധ്യക്ഷനായി. ബ്ലോക്ക് സെക്രട്ടറി എസ് നടരാജൻ വാർഷിക റിപ്പോർട്ടും പ്രവർത്തന റിപ്പോർട്ടും അവതരിപ്പിച്ച് കഴിഞ്ഞ 6 മാസത്തിനിടെ നടത്തിയ വിവിധ ക്ഷേമ പ്രവർത്തനങ്ങളും സംഘടനാ പ്രവർത്തനങ്ങളും വിശദീകരിച്ചു. ബ്ലോക്ക് ട്രഷറർ പി മാധവനും മഹിളാ വിംഗ് ട്രഷറർ സുജാത ബാലനും വരവ് ചെലവ് കണക്കുകൾ അവതരിപ്പിച്ചു. ബ്ലോക്ക് വൈസ് പ്രസിഡന്റ് എം പരമേശ്വരൻ യോഗത്തിന്റെ അജണ്ട അവതരിപ്പിച്ച് വരും മാസങ്ങളിലെ പ്രവർത്തന പദ്ധതികൾ വിശദീകരിച്ചു. മഹിളാ വിംഗ് പ്രസിഡന്റ് രാധാ ശാന്തകുമാർ, സെക്രട്ടറി സുമതി കണ്ഠൻ, വൈസ് പ്രസിഡന്റ് ഉമാപാർവതി, ജോയിന്റ് സെക്രട്ടറി ഗീതാചന്ദ്രൻ എന്നിവർ ആശംസാ പ്രസംഗം നടത്തി. ഓർഗനൈസിംഗ് സെക്രട്ടറി എസ് മുഹമ്മദ് അലി സ്വാഗതം പറഞ്ഞു. എസ് നടരാജനും ഇ കെ രജനിയും നന്ദി രേഖപ്പെടുത്തി. സംഘടനയുടെ പ്രവർത്തനങ്ങൾ കൂടുതൽ ശക്തിപ്പെടുത്തുന്നതിനുള്ള വിവിധ നിർദ്ദേശങ്ങൾ അംഗീകരിച്ച ശേഷമാണ് അർദ്ധവാർഷിക ജനറൽ ബോഡി യോഗം സമാപിച്ചത്. UTV ന്യൂസ്, പാലക്കാട്.